വലിയ ബോഡി എടുത്തോട് കിട്ടിട്ടുണ്ടാവും കേട്ടോ. വെറുതെ കാകാവത്തല്ല. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നേട്ടൻ ഉച്ചപ്പണിയായിട്ട് വന്നിട്ടുണ്ട്. ഉച്ചപ്പണിയാക്കിയത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ഒരു ബന്ധു മരിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം മീനും കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്നാൽ കൊഴുപ്പാന്ന് പറയാം, കൊഴുവ എന്ന് പറയുന്ന മീനാണ്. ട്രിപ്പ് വരെ ഉള്ളൂ. അപ്പം ഞാൻ ആ മീനെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഇങ്ങനെ കഴുകിയെടുക്കട്ടെ. കല്ലുപ്പ ഇട്ടിട്ടില്ല, ഞാൻ വൃത്തിയാക്കുമ്പോൾ വേഗം വൃത്തിയാക്കില്ല. കല്ലുപ്പും മൺകുപ്പും കൂടിയാണ്. നികേതിനെല്ലാം പനിയാണ്. നികേത് ഇപ്പം എണീറ്റിട്ടുണ്ട്, വീഡിയോ എടുത്തിരുന്നുണ്ട്. കച്ചറ ഭയങ്കര നെയ്യാന്ന് തോന്നുന്നുണ്ട്. ഭഗവാനെ, ഒന്നുകൂടെ വരട്ടെ. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് പെരക്കി വെക്കുന്നുണ്ട്. കുറച്ചെടുത്ത് വറക്കണം, അതുകൊണ്ട് യെസ്, കഴുകി നല്ല ഫ്രഷ് കൂട്ടപ്പനാക്കി. ഇനി ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വറക്കാൻ കുറച്ച് നേരം ഇവിടെ മൂടി വെക്കാം കേട്ടോ. മീൻകറി ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുടംപുളി കഴുകിയെടുക്കട്ടെ, ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂടി എടുത്താൽ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ചോറിനുള്ള വെള്ളം തിളക്കുന്നുണ്ട്. ഞാൻ അരി ഇട്ട് കൊടുക്കട്ടെ. അരി നാല് പച്ചമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, തേങ്ങ, ചകിരി, പിന്നെ ഇഞ്ചി തീർന്നു പോയി. ഇഞ്ചിയും കൂടെ വേണമായിരുന്നു, ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് നമ്മളിതൊന്ന് ചതച്ചെടുക്കട്ടെ. ചോറിനരിയിട്ട് ചോറിൻ്റെ വെള്ളം തിളക്കുന്നുണ്ട്. മക്കൾക്ക് പനിയായതുകൊണ്ട് മക്കൾ വീട്ടിൽ തന്നെയുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് കറക്കിയെടുക്കാം. മീനൂട്ടിക്ക് എന്തൊരു കുരുത്തക്കട. നമ്മളിത് ഇങ്ങനെ ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് വെട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടോ. കറിവേപ്പില വേണമായിരുന്നു, കറിവേപ്പില ഇല്ല. പ്രിയ ടീച്ചറിൻ്റെ അടുത്ത് പോകണം, കറിവേപ്പില എടുക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് പോകാൻ പറ്റില്ല. ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. ഏതായാലും വെള്ളം കൂടി നമുക്ക് വറ്റിച്ചെടുക്കാം. ഇത്ര അകത്ത് പോകുന്ന തേങ്ങയ്ക്ക് ക്ഷാമമാണ്. ഇവിടെ കിടന്ന്
നന്നായിട്ട് തിളക്കട്ടെ. അടച്ചു. ഇത് നേരത്തെ ഞാൻ അടച്ചേരം തിളച്ച് വന്ന കറി. നീലാഞ്ചനക്കൂട്ടിൻ താരാട്ടുഞാലേ നീഹാരം ചൂടുമി തങ്കക്കൈ നീട്ടം സൂര്യനോ ചന്ദ്രനോ പുലരിയോ പൂക്കളോ. നമ്മളെ കറി തിളച്ചോ നോക്കാം. വോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ. ഏത് നോക്കുന്നു ഉപ്പുണ്ടോന്ന് ഇല്ലേ? ഉമ്മാനെ നോക്കാം. ഉപ്പ് ലേശം കുറവുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് വറവിന് ഒഴിവാക്കാം. ഉപ്പെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഉള്ളി ഇതാക്കാം. അപ്പം ഞാൻ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണക്ക് തീ വിലയാ. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ലേശം എണ്ണ എടുക്കുക. അതിൽ ഭയങ്കര പൈസ, താങ്ങാവുന്നതിലും വിലയായിരുന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏട്ടൻ പറഞ്ഞ സ്ഥിതിക്കല്ല, ജീവിക്കണമെങ്കിൽ ഇനി അങ്ങനെയല്ലേ പറ്റുള്ളൂ. നമുക്കല്ലാത്തൊരു എണ്ണയും പറ്റില്ല. ഓയിൽ, അങ്ങനത്തെ സൺഫ്ലവർ ഓയിൽ, അങ്ങനത്തെ എണ്ണയൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ചെറുതിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മളെല്ലാം വെളിച്ചെണ്ണ തന്നെ ആക്കൽ. നമ്മൾ കറിയും തിളച്ചു, നമ്മൾ വറവിടാനില്ല ഉള്ളിയും തിളക്കുന്നുണ്ട്. മീനൂട്ടി, മീൻ കറി മാത്രം തിന്നാൻ പറ്റുമോ? ചോറ് ആവണ്ടേ? രാവിലെ ഇങ്ങനെ കരഞ്ഞോണ്ട് കിടന്നാൽ എങ്ങനെയാ? ചോറടുപ്പത്ത് എത്രേ? അയ്യോ, മീനൂട്ടിക്ക് മീനിന്റെ മണം അടിച്ചിട്ട് ഒരു രക്ഷയില്ല കൂട്ടുകാരെ. മീനൂട്ടി കരഞ്ഞോണ്ട് നടക്കുവന്ന്. മീനൂട്ടീൻ്റെ അമ്മ കാർത്തു അപ്പുറത്ത് ഉറങ്ങുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ല. മീനൂട്ടിക്കാണ് പ്രശ്നം. തേച്ചു. ചോറാവട്ടെ, എന്നിട്ട് അമ്മ ചോറ് തരേ. കാർത്തു വീണ്ടും ഗർഭിണിയാ കൂട്ടുകാരെ, വീണ്ടും ഗർഭിണിയാ. അതുകൊണ്ട് കാർത്തുവിന് ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് പഴയ പോലെ ഓടിച്ചാടി നടക്കാനൊന്നും പറ്റുന്നില്ല. ഫുൾ ടൈം കിടപ്പാന്ന് കാർത്തു. അമ്മയും മോളും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അടിയാണ്. മീനൂട്ടി ഇപ്പോഴും പാല് കുടിക്കാൻ പോകും. അപ്പോൾ കാർത്തു അടിച്ചു ഓടിക്കും. അല്ലേ മീനു? പൊന്നിനെ മീനുവിൻ്റെ അമ്മ തല്ലലില്ലേ? മീനൂട്ടിയേ, മീനുവിൻ്റെ അമ്മ തല്ലലില്ലേ മോളാ? മീനുവേ, മീനൂട്ടി, മോളെ അമ്മ തല്ലലുണ്ടാ? കാർത്തു അമ്മ തല്ലലുണ്ട പൊന്നിനെ? നമ്മുടെ മോള് തല്ലലുണ്ട കാർത്തു? ഇപ്പം നമ്മളെ വറവിൻ്റെ ഉള്ളി അരിഞ്ഞത് മെറൂൺ കളറായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇതാ നമ്മളെ കറി നന്നായിട്ട് തിളച്ചു. ഇതാ കറി ഇത്രയും ചാറ് വേണ്ട, വൈകുന്നേരത്തേനും കൂടെ ആക്കുന്നതുകൊണ്ട്. പീര എന്ന് പറയുന്നത് ഇങ്ങനെയല്ല, നമ്മൾ വറ്റിച്ചെടുക്കുന്നതാണ് പീര. എന്നാലും നമുക്ക് വന്നിക്കേന്ന് നമുക്ക് വറവൊഴിക്കുന്നുണ്ട്. വാവ്, നിവേദന നല്ല പനിയാണ്. നിവേദന കുറച്ച് കുറവുണ്ട്. കറി കാണിച്ചിട്ട് ഫൈനൽ. അന്നേരം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. അടുപ്പ് ഓഫായി. ഇവിടെ ഇങ്ങനെ കട്ടെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. നമ്മൾ കുറേ ദിവസം കൂടിയിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത്. ലോങ് വീഡിയോ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഇടാതെ ഷോർട്ട്സ് ഇടുന്നത്. അപ്പോൾ എപ്പോൾ പറയുന്ന പോലെ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും അത് നിങ്ങളെ വിലയേറിയ അഭിപ്രായമാണ്. അത് നിങ്ങൾ ഞങ്ങൾക്ക് തീർച്ചയായും തരുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.